ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ആരാണ്? സംശയമൊന്നും വേണ്ട. ആദ്യ പേരുകളിൽ ഒരാൾ അല്ലാ റഖാ റഹ്മാൻ എന്ന AR റഹ്മാനാണ്. ആ AR റഹ്മാന്റെ ഒരു പ്രസ്താവന രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. AR റഹ്മാനാണ് നമ്മളെ കൊണ്ട് എല്ലാം വന്ദേ മാതരം വീണ്ടും പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് എന്റെയൊക്കെ ജനറേഷനെ വീണ്ടും മാ തുജേ സലാമും വന്ദേ മാതരവും കൊണ്ട് ഏറ്റവും രാജ്യസ്നേഹത്തിന്റെ ആവേശത്തിൽ എത്തിച്ചത് AR റഹ്മാനാണ്. ജീവിതം കൊണ്ട്, അതായത് ജനിച്ചത് ദിലീപ് എന്ന പേരിൽ ഹിന്ദുവായി, എന്നാൽ ജീവിതം കൊണ്ട് ഇസ്ലാം മതം കണ്ടെത്തി അതിൽ വിശ്വസിച്ച അല്ലാ റഖാ റഹ്മാന് ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ ദശാബ്ദത്തിൽ വേണ്ട രീതിയിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് AR റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്. ആ AR റഹ്മാന്റെ പ്രസ്താവനയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം, അതായത് NDTV അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോട് കൊടുത്തു. AR റഹ്മാൻ ഓപ്പൺസ് അപ്പ് ഓൺ ദി പവർ ഷിഫ്റ്റ് ഇൻ ബോളിവുഡ്. ബോളിവുഡിൽ ഉണ്ടായ അധികാര മാറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അധികാര ഷിഫ്റ്റിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കുഡ് ബി എ കമ്മ്യൂണൽ തിങ്. വളരെ മയപ്പെടുത്തി, ആരെയും വേദനിപ്പിക്കാതെ വിഷമിക്കാതെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരുപക്ഷെ വർഗീയമായ മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യം കൂടിയായിരിക്കാം. ഓസ്കാർ വിന്നിങ് ആയ ഒരു മനുഷ്യനാണ് ഇത് പറയുന്നത്. ആലോചിച്ച് നോക്കണം, ഇന്ത്യക്ക് വേണ്ടി ഓസ്കാർ നേടിയത് AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയുമാണ്. ശ്രീ റസൂൽ പൂക്കുട്ടി ഓസ്കാർ വേദിയിൽ പറഞ്ഞത്, ഞാൻ ഓംകാരത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബഹുസ്വരതയും മതസൗഹാർദ്ദവും ഒക്കെ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് നമ്മുടെ കലാകാരന്മാർ. ആ AR റഹ്മാന് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തോന്നിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സ്റ്റേറ്റിനാണ്, രാജ്യത്തിനാണ്, രാഷ്ട്രത്തിനാണ്. നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തോട്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിഭാഗത്തോട് പലപ്പോഴും അനീതിയും അക്രമവും നടക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഇത് നമ്മൾ വായടച്ച് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല, അത് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും എൻഗേജ് ചെയ്യുകയും വേണം. വിശിഷ്യ നമ്മൾ ഓർക്കേണ്ടത്, അതായത് ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാകിസ്ഥാന്റെ പിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ മകൾ പോലും പാകിസ്ഥാനിലേക്ക് പോയില്ല, ഗാന്ധിജിയുടെ ഇന്ത്യയിലാണ് നിന്നത്. പിന്നീട് അവർ വെസ്റ്റിലേക്ക് പോവുകയും മറ്റുമൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ രാജ്യം വർഗീയമായ, സാമുദായികമായ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഒരുപാട് പാസ്റ്റ് ഉള്ള ഒരു രാജ്യമാണ്. അതിനെ അതിജീവിച്ചാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയുടെ നിന്നാൽ മതി എന്ന് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങൾ തീരുമാനിച്ചത്. അതായത് മറ്റൊരു പാകിസ്ഥാൻ എന്ന രാജ്യം അപ്പുറത്തുണ്ടായിട്ടും അതിനെ മൈൻഡ് ചെയ്യാതെ ഹിന്ദുസ്ഥാൻ മതിയെന്നും ഭാരതം മതിയെന്നും ഇന്ത്യ മതിയെന്നും ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. ആ കോൺഫ്ലിക്റ്റുകളെല്ലാം മറികടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഹാർമണി ഉണ്ടാകണം, യോജിപ്പുണ്ടാകണം. അവിടെയാണ് ശ്രീ AR റഹ്മാന്റെ ഏറ്റവും നന്മയുള്ള കാര്യം നമ്മൾ കാണേണ്ടത്. ഈ AR റഹ്മാനാണ് ഗാന്ധി വേഴ്സസ് ഗോഡ്സെ എന്നൊരു സിനിമയ്ക്ക് പോലും, ഗാന്ധി ഗോഡ്സെ ഏക് യുദ്ധ് എന്ന സിനിമയ്ക്ക് പോലും അദ്ദേഹം എന്താ പറയുക, മ്യൂസിക് കൊടുക്കുകയുണ്ടായി. വളരെ രസകരമായിട്ട് ഗാന്ധിയും ഗോഡ്സെയും തമ്മിലുള്ള ആശയ സംഘർഷങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് പോലും, രാജ്കുമാർ സന്തോഷിയുടെ സിനിമയാണ്, ആ സിനിമയ്ക്ക് പോലും ഒരു വാല്യൂ കിട്ടിയത് AR റഹ്മാൻ വന്നതോടുകൂടിയാണ്. അപ്പോൾ AR റഹ്മാൻ എന്ന് പറയുന്നത് എല്ലാവരോടും അങ്ങനെ എൻഗേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് വർഗീയതയോ വിദ്വേഷമോ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്ന് കൺവിൻസ് ചെയ്യാനുള്ള മനസ്സ് ഇന്ത്യൻ ജനതയ്ക്കാണ്, വിശിഷ്യ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദു സമൂഹത്തിനാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പോരാട്ടത്തിലാണ്. സത്യത്തിന് വേണ്ടി, പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി, നീതി നിഷേധത്തിന് എതിരെ എല്ലാം നമ്മൾ പോരാടുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്യുകയാണ്. ഒരു ചെറിയ മന്ത്ലി ഫീക്ക് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്ടിവിസം അപ്ഡേറ്റ്സ്, ഏർലി വീഡിയോ ആക്സസ്, മെൻസ് റൈറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സപ്പോർട്ട് ആൻഡ് മെന്ററിംഗ്, മെമ്പേഴ്സ് ഉള്ളി ലൈവ് സ്ട്രീംസ്, 1-to-1 കോൺവെർസേഷൻസ്, ഇത്ര എല്ലാ കാര്യങ്ങളും ആൻഡ് എ ഡയറക്റ്റ് റോൾ ഇൻ അവർ മൂവ്മെന്റ്. അത് പുരുഷാവകാശങ്ങൾക്ക് വേണ്ടിയാകാം, സമൂഹത്തിൽ സത്യത്തിന് വേണ്ടിയാകാം, മതസൗഹാർദ്ദത്തിന് വേണ്ടിയാകാം. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ജനങ്ങളെ കൂടി അണിനിരത്തി ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഈ മെമ്പർഷിപ്പ് തുടങ്ങുന്നത്. ഞാൻ ഈ കോസിൽ ശക്തമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാമെങ്കിൽ എന്നോടൊപ്പം നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കുചേരാം. കാര്യം സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. പലപ്പോഴും ബോളിവുഡുകൾ മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗാൻഡയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് അവിടെയും ഇവിടെയും നടക്കുന്ന സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിഭീകരമായി ഊതി വീർപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ നോക്കുന്ന രീതിയിൽ 3 പേരുടെ കഥ 32,000 പേരുടെ കള്ളക്കഥയാക്കുന്ന കേരള സ്റ്റോറി പോലെയോ, വളരെ വേദനാജനകമായ കാശ്മീരി പണ്ഡിറ്റിന്റെ എപ്പിസോഡ്, അല്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടപ്പലയാണ്. ലക്ഷക്കണക്കിന് അങ്ങനെ കാശ്മീരി പണ്ഡിറ്റുകൾ, ഹിന്ദുക്കൾ അവിടുത്തെ കാശ്മീരിൽ നിന്ന് പോകേണ്ടി വന്നു. പക്ഷെ അത് പ്രൊപ്പഗാൻഡയായി യൂസ് ചെയ്ത് ആന്റൈ മുസ്ലിം, അല്ലെങ്കിൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരാരും ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല ചെയ്യുന്നത്.
പകരം ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് എങ്ങനെ വിരോധം ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അതാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ ഇസ്കോൺ അടക്കം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇന്ത്യയിലെ സാധാരണക്കാരനായ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ നാഷണൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തി, ഞാൻ 9 പേരിൽ ഒരാളെ ആയിട്ട് എന്നെയാണ് ടാഗ് ചെയ്ത് അവര് മെസ്സേജ് അയച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും യുണൈറ്റഡ് നേഷൻസിനും ഒക്കെ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം, അതായത് ഞാൻ അടക്കമുള്ള 3-4 പേര് അത് ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് വീഡിയോയും മറ്റുമൊക്കെ ചെയ്തു, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇടയിൽ വർഗീയത പാടില്ല, വിദ്വേഷം പാടില്ല, സാമുദായികതയാകാം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന സാമുദായികത വേണം. പക്ഷേ വർഗീയത എന്ന് പറഞ്ഞാൽ പരസ്പരം വിദ്വേഷമാണ്. ആ വിദ്വേഷം ഇല്ലാതാകട്ടെ. AR റഹ്മാന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ചയ്യ ചയ്യയിലൂടെ, താലിലൂടെ, അങ്ങനെ എത്ര 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 സിനിമകളിലൂടെ നമ്മളെ എന്താ പറയണേ, ഏറ്റവും സംഗീതത്തിന്റെ ഉത്തുംഗ ശൃംഖലങ്ങളിൽ എത്തിച്ച വ്യക്തിയാണ്. AR റഹ്മാൻ അഡ്മിറ്റ്സ് ഹി ഹാസ് ലോസ്റ്റ് വർക്ക്, മേ ബി ഇറ്റ്സ് എ കമ്മ്യൂണൽ തിങ് എന്നൊക്കെ പറയുന്ന കാര്യത്തിലേക്ക് അദ്ദേഹത്തിന് വരാതിരിക്കട്ടെ. AR റഹ്മാൻ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. സമാനമായ എല്ലാവരും, നമ്മുടെ കിഷോർ കുമാർ നമ്മുടെ ഇതിന്റെ ഭാഗമാണ്, മുഹമ്മദ് റാഫി ഭാഗമാണ്, യേശുദാസ് ഭാഗമാണ്, എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലും പെട്ട ഭാഗമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ വേദനയോ വിഷമോ ഉണ്ടായെങ്കിൽ അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. AR റഹ്മാന്റെ വാക്കുകൾ വിഷമം ഉണ്ടാക്കി. അങ്ങനെ അല്ലാത്തൊരു ഇന്ത്യ, വിദ്വേഷമില്ലാത്ത ഇന്ത്യ, സൗഹാർദ്ദമുള്ള ഇന്ത്യ, ബഹുസ്വരതയുള്ള ഇന്ത്യയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി വെക്കേണ്ടത്. അതാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ യൂണിറ്റി ഉള്ള ഇന്ത്യ. ജയ് ഹിന്ദ്.